അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ ഹാജിമാരെ, കുട്ടിയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട്. ഒരു ചെറിയ വിവരണം നൽകാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണല്ലോ. കുടുംബസമേതം ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്, ഉംറയ്ക്ക് പോകും, കൂടെ മക്കളെയും കൂട്ടും. അപ്പോൾ അവരും കൂടെ ചെയ്യിപ്പിച്ചാൽ കൂടുതൽ കൂലി കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. അത് ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. നബിനെ കാണാത്തൊരു ഗോത്രക്കാരാണ്, നബിനെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗോത്രക്കാരെ ഇതാരാണെന്ന് ചോദിച്ചു. ഇത് മുസ്ലിമീങ്ങളാണ്. അപ്പോൾ അതാരാണെന്ന് ചോദിച്ചു. അത് അള്ളാഹിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു. അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുട്ടീനെ അങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്, ചെറിയ കുട്ടികളാകുമ്പോൾ ഉയർത്തിപ്പിടിക്കൽ, നബി അലി ഹാദാ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ ചോദിച്ചു. ചെയ്തോളൂ, കൂലി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. കൂലി നിങ്ങൾക്ക് കിട്ടും. ആ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യിപ്പിക്കുന്നത്. കൂലി നമുക്ക് കിട്ടാൻ വേണ്ടി. ഹജ്ജിൻ്റെ ഉംറയ്ക്കും വലിയ കൂലിയാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഇപ്പം അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു പുണ്യം കൂടെ കരുതുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, പകുതി ഭാഗത്തെ കുട്ടികൾ ഹജ്ജ് ഉംറയും ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. അതേ പറ്റും. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പകുതിരിവായ കുട്ടികൾക്ക് ആകുമ്പോൾ പകുതിരിവാകാത്ത കുട്ടികളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മീഖാത്ത് നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് കുട്ടികൾക്ക്. മീഖാത്ത് തന്നെ വേണം എന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ മീഖാത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് വരിക എന്നുള്ളതാണ്. പിന്നെ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്താൽ നമ്മൾ വലിയ ആളുകൾക്ക് നിഷിദ്ധമായ കുറേ കാര്യങ്ങളില്ലേ, മുടി നീക്കുക, സുഗന്ധം പൂശുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിച്ച ആടിനെ ഇറക്കേണ്ടി വരും. പക്ഷേ വകതിരിവാകാത്ത കുട്ടിയും വകതിരിവായ കുട്ടിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ? വകതിരിവായ കുട്ടിയിൽ നിന്ന് സംഭവിച്ചാൽ എങ്ങനെയായാലും അറവ് വേണ്ടി വരും. വകതിരിവാകാത്ത കുട്ടിയിൽ നിന്ന് സംഭവിക്കുന്നതിന് എന്തില്ല, അറവില്ല. കാരണം ആ കുട്ടിക്ക് അറിയില്ലല്ലോ, വകതിരിവായിട്ടില്ലല്ലോ. അപ്പോൾ കുട്ടി ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, തലയിൽ വല്ലതും വലിച്ചിടും, അങ്ങനെ പലതും കുട്ടികൾ കാണിക്കും. അപ്പോൾ വകതിരിവാകാത്ത കുട്ടികളെ ഇഹ്റാമുകൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ചെയ്താൽ ഫിദിയ വേണ്ടതില്ല. ഇത് ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ മറ്റു നിബന്ധനകളൊക്കെ പാലിക്കണം. നിഷിദ്ധമായ കാര്യങ്ങളുണ്ടല്ലോ, പമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പറ്റൂല, ജഡ്ഡിട്ട് കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ ഒഴിവാക്കണം. തുണിയാക്കണം. ആൺകുട്ടികളാവുമ്പോഴാണ് ഈ പറയുന്നത്. ജഡ്ഡിയോ പാമ്പേഴ്സോ സോക്സോ ഷൂ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ പൊതുവെ സോക്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ നിബന്ധനകളും കുട്ടിക്കും ബാധകമാണ്. ഇടതുവശത്തായിരിക്കണം കാബ എന്നല്ല. പക്ഷെ കുട്ടികൾക്ക് കാബ ഇടതുവശത്താകൽ നിർബന്ധമില്ല എന്നൊരു അഭിപ്രായം മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ കുട്ടികളാകുമ്പോൾ. അപ്പോൾ ആ അഭിപ്രായം അനുസരിച്ച് ചെയ്യാമെന്ന് കരുതിയാൽ മതി. അങ്ങനെ കഴിയുള്ളൂ. ഇപ്പോൾ തോളിലൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് കുട്ടികൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇടത് വശത്താക്കാമെന്ന് പറയാം. ഉന്തി കൊണ്ടുപോവുകയാണെങ്കിൽ ആക്കാം. കൈയൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകില്ലേ. പകുതിരിവാകാത്ത കുട്ടീൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഇഹ്റാം ചെയ്ത് കൊടുക്കേണ്ടത് ആരാ? അത് ഈ കുട്ടിയെ ഞാൻ ഇഹ്റാം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പകുതിരിവാകാത്ത കുട്ടിയാകുമ്പോൾ വാപ്പ പറയണം. പിന്നെ വുളൂ ചെയ്യിപ്പെടുക്കേണ്ടത് വാപ്പയാണ്, അഥവാ ചെയ്യിപ്പിക്കുന്ന രക്ഷിതാവാണ്. ഈ കുട്ടിക്ക് വേണ്ടി തവാഫിന് വേണ്ടി റളായ വുളൂ ഞാൻ എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുട്ടീനെ കൊണ്ട്. തവാഫിന് ശുദ്ധി നിർബന്ധമല്ലേ, അവറത്ത് മറക്കൽ നിർബന്ധമല്ലേ, അവറത്തൊന്നും വെളിവാകാൻ പറ്റില്ല കേട്ടോ. ഒക്കെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ എല്ലാ നിബന്ധനയും ഇതിനുണ്ട്. ഇനി തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. അത് വകതിരിവായ കുട്ടിയാകുമ്പോഴാണെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്തോളും, നിസ്കാരം പഠിച്ചില്ലെങ്കിൽ. വകതിരിവാത്ത കുട്ടിയാകുമ്പോൾ പിന്നെ ആ കുട്ടിക്കും വേണ്ടി വാപ്പ സുന്നത്താണ് ചെയ്യുക. ഇനി വകതിരിവായ കുട്ടിക്കും വേണ്ടി വാപ്പയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. മീഖാത്ത് നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. വലിയ ആൾക്കാർ ചെയ്യുന്ന മാതിരിയൊക്കെ തന്നെ പരമാവധി ചെയ്യിപ്പിക്കണം. അതല്ലേ നിനക്ക് കൂലിയിട്ടൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം. ആ പെണ്ണിനോട് നിഷിദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആൺകുട്ടിയാണെങ്കിൽ പമ്പേഴ്സോ മറ്റോ ചെയ്യാൻ പാടില്ല. പിന്നെ നേസെന്നൊക്കെ ശുദ്ധിയായിരിക്കണം. നിയത്ത് ചെയ്ത് വലു കൊടുക്കണം, നിർബന്ധമാണ് കുട്ടിക്ക്. തവാഫിനിടെ കുട്ടീൻ്റെ വുളു മുറിഞ്ഞാൽ
വീണ്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ. ഈ കുട്ടിയെ മുഹരിമാക്കി എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പകുതി ഭാഗത്ത് കുട്ടിയാകുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി തവാഫിന് വേണ്ടി ഈ കുട്ടിക്ക് വേണ്ടി ഫർലായ വുളു ഞാൻ എടുത്തു കൊടുക്കുന്നു, നിയ്യത്ത് ചെയ്തിട്ട് വുളു എടുത്തു കൊടുക്കുക. ഇടയ്ക്ക് വുളു മുറിഞ്ഞാൽ വീണ്ടും എടുത്തു കൊടുക്കുക. പകുതി ഭാഗത്ത് കുട്ടിയിൽ നിന്ന് നിഷിദ്ധമായ കാര്യങ്ങൾ വല്ലതും സംഭവിച്ചാൽ മുടി പറിക്കുക, തല മറക്കുക, ആൺകുട്ടികളാകുമ്പോൾ പെൺകുട്ടികളാകുമ്പോൾ മുഖം മറക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചാൽ ഫിദിയ വേണ്ട. പകുതി ഭാഗം കുട്ടിയുടേതാകുമ്പോൾ ഫിദിയ വേണം. തവാഫ് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം രക്ഷിതാവിന് നിർവഹിക്കാം, കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാം അഗതിവാണെങ്കിൽ. പിന്നെ കൂടെ ഉണ്ടാവുമല്ലോ രക്ഷിതാവിലെ സായും ഇതേപോലെ തന്നെ. പിന്നെ നിങ്ങൾക്കറിയാം തലമുടി നീക്കണം തലയിലാകാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്കറിയാം സായി ചെയ്യുമ്പോൾ വുളൂവിന് ഷർത്തില്ല, ഔറത്ത് മറക്കലും ഷർത്തില്ല. അതുകൊണ്ട് പിന്നെ അത്ര വിഷയങ്ങളൊന്നും വരുന്നില്ല. ഇഹ്റാമിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുട്ടീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കുട്ടിക്ക് ഇഹ്റാം ചെയ്തു കൊടുത്തു എന്ന് കരുതിയിട്ട് മാതാപിതാക്കൾ ഇഹ്റാമിലാവുമൊന്നുമില്ല കേട്ടോ. അതും കൂടെ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഹജ്ജൊക്കെ ആണെങ്കിൽ സഫായിലും മുസ്ദലിഫയിലും മിനായിലൊക്കെ കുട്ടീനെ എത്തിക്കണം. രക്ഷിതാവ് പോയാൽ മതിയാവില്ല. ജംറകളെറിയാൻ ആദ്യം കുട്ടീൻ്റെ കയ്യിൽ കല്ലിച്ച് കൊടുക്കുക, ഇറങ്ങാൻ കഴിയില്ലെങ്കിൽ എന്നിട്ടത് വാങ്ങിയറിയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.